ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കാണുന്നത് സേമിയ. ഞാനൊരു സേമിയ കിച്ചടി ഉണ്ടാക്കാൻ ഇതിപ്പോൾ പച്ചക്കറി ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ക്യാപ്സിക്കം, കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരു സേമിയ കിച്ചടി അതിന് വേണ്ട ആദ്യം ഞാനിപ്പോൾ കുറച്ച് എണ്ണയും നെയ്യും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നെയ്യ് വേണ്ടാത്തവർ നെയ്യ് എടുക്കണ്ട, എണ്ണ മാത്രമേ വേണ്ടവരെങ്കിൽ എണ്ണ എടുത്തോളൂ. ഇപ്പം നമ്മൾ കോക്കനട്ട് ഓയിലാണെങ്കിൽ കോക്കനട്ട് ഓയിൽ. ഞാനിപ്പോൾ എന്താ എടുത്തിരിക്കുന്നത്, ഇതാണ് സൺഫ്ലവർ ഓയിൽ. അത് നെയ്യും കൂടി മേലെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം കാഷ്യൂ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. കാഷ്യൂ ഒന്ന് വറുത്തെടുക്കാം, അതിനിടാൻ വേണ്ടിയിട്ടുള്ള കാഷ്യൂ ഞാൻ വറുത്ത കടല തന്നെയാണ്. അപ്പോൾ ഇനി അത് വറുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് കടുകിടാം. കടുകിട്ട് കൂട്ടുന്ന സമയത്ത് ഉഴുന്നപ്പരിപ്പ് കുറച്ച്, പിന്നെ കടലപ്പരിപ്പ് താളിക്കാനുള്ള, എന്നിട്ട് അതാവണ സമയത്ത് നമുക്ക് ഇതെല്ലാം ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ഇടാം. ഉള്ളിയിട്ട് പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. കുട്ടികൾക്ക് നല്ലതാണ്. പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, സ്കൂളിൽ കൊടുത്തു വിടാനും നമുക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ കഴിക്കാം. നല്ലൊരു ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. ഇതാവണ സമയത്ത് നമുക്ക് ക്യാപ്സിക്കം, പച്ചക്കറി ഒക്കെ ഇടാം. കറിവേപ്പില എല്ലാം എടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ മറന്നു കിട്ടോ നിങ്ങളോട്, ഇത് ഇടണം. ഒരു തക്കാളി, ഒരു ടേസ്റ്റിന് ഒരു തക്കാളി. ഇതൊക്കെ ആയ ശേഷം ഒന്ന് വഴറ്റിയ ശേഷം തക്കാളി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം. തക്കാളി ഇട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു തക്കാളി, ചെറിയ നേരിയ പുളി വേണമല്ലോ. അപ്പോൾ തക്കാളി വേണ്ടാത്തവർ ഇടണ്ട, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ നമുക്ക് ഉപ്പിടാം, ഒന്ന് ഇതിനുള്ള ഉപ്പ്. പച്ചക്കറി ഒന്ന് ഇതായി കിട്ടാനുള്ള ഉപ്പ്. പച്ചക്കറിയുടെ ആ പച്ച ഒന്ന് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതപ്പോൾ ഇത്തിരി പഞ്ചസാര ഇട്ടു കേട്ടോ. വേണ്ടവർക്ക് ഇട്ടാൽ മതി. ആ പച്ച അതേ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പഞ്ചസാര ഇട്ടു. നന്നായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക്. അതൊന്ന് വഴണ്ട് കിട്ടട്ടെ, എല്ലാം കൂടി യോജിക്കണ്ടേ, ഒന്ന് വഴണ്ട് കിട്ടട്ടെ. അപ്പം നന്നായിട്ടെല്ലാം വെന്തു അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരിത്തിരി മഞ്ഞപ്പൊടി കുറച്ച് ഒരു കളർ കിട്ടാൻ ഇട്ടിട്ട് ഞാനിപ്പോൾ ഈ ഒരു കപ്പിനാണ് 2 ഗ്ലാസ് എടുത്ത്, ഇതിന് 3 ഗ്ലാസ് ഒഴിക്കണം. അപ്പോൾ 1 ഗ്ലാസ് ഒഴിച്ചു. പിന്നെ 2 ഗ്ലാസ്, എല്ലാം കൂടി ടോട്ടൽ 3 ഗ്ലാസ് ഒഴിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം. വെള്ളത്തിന് വേണ്ട ഉപ്പ്, എന്നാലേ നമുക്ക് സേമിയയിൽ പിടിക്കുള്ളൂ. കുറച്ചിടും കേട്ടോ, കുറച്ച് അധികം വേണ്ട. ഉപ്പുമാവ് അധികം ഉപ്പായ നന്നല്ല. കുറച്ചിട്ടിട്ട് നോക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് തിളയ്ക്കട്ടെ. നല്ലോണം തിളച്ചില്ലേ, ഇനി നമുക്ക് നമ്മുടെ സേമിയ ഇടാം.
സേമിയ ഇട്ടിട്ട് നന്നായി ഇളക്കി നമുക്ക് അടച്ച് വെക്കണം. എന്നാൽ ആ സേമിയ നല്ലോണം വെന്ത് യോജിക്കുള്ളൂ. തുറന്ന് വയ്ക്കാൻ പാടില്ല, അടച്ച് വെക്കണം. ഇതപ്പോൾ വെള്ളമൊക്കെ വറ്റി. ഇനി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കടലയും, നല്ലൊരു ടേസ്റ്റ് അത് കടിക്കുമ്പോൾ. ഇപ്പോൾ ഓരോരോ സേമിയ അനുസരിച്ചിരിക്കും കേട്ടോ. ചില സേമിയ ഭയങ്കര തിന്നാണെങ്കിൽ വെള്ളം കമ്മിയെ മതിയാവും. ഇതിപ്പോൾ വലിയ തിന്നുമല്ല, എന്നാലൊട്ട് കട്ടിയുമില്ല. അപ്പോൾ കറക്റ്റായി. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.